രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായ മഹാരാഷ്ട്ര ഗവർണർ സി.പി. രാധാകൃഷ്ണനെ ബി.ജെ.പി പ്രഖ്യാപിച്ചു. ബി.ജെ.പി പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പാണല്ലോ പുതിയ വാർത്ത. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം നോക്കാം. ആർക്കാണ് ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം? ജനങ്ങൾക്ക് വോട്ടവകാശമുണ്ടോ? ഇല്ല. സംസ്ഥാനങ്ങളിലെ MLA-മാർക്ക് വോട്ടവകാശമുണ്ടോ? ഇല്ല. മറിച്ച് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഇരുസഭകളുടെയും, അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രാജ്യസഭയിലെ നോമിനേറ്റഡ് MP-മാർക്കും ഉപരാഷ്ട്രപതിക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നേരെ തിരിച്ചാണ്. ഈ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗങ്ങൾക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പോൾ നോമിനേറ്റഡ് അംഗങ്ങൾക്കും എലക്റ്റഡ് അംഗങ്ങൾക്കും വോട്ടവകാശം ഉണ്ടായിരിക്കും.